ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹോസ്പിറ്റലിൽ സമൃദ്ധയെ ട്രീറ്റ് ചെയ്തതിന്റെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടോ? അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കിന്ന് മെയിൽ ചെയ്യിക്കണം. ചെയ്യാം ഡോക്ടർ. ഏത് കാർഡിയോളജിസ്റ്റിനെയാ കണ്ടത്? അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആരാന്ന് എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. ആ കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ. അയാൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. അയാളോട് ചോദിച്ചാൽ അറിയായിരിക്കൂലേ ഇതാരാണെന്ന്. ആളെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ ചോദിക്കാൻ. അയാൾ സ്ഥലം വിടാൻ തോന്നുന്നു. അല്ല, തന്റെ തലവേദന എങ്ങനെയുണ്ട്? ചെറുതായിട്ടുണ്ട്. അയ്യോ, നമുക്കൊന്ന് ഡോക്ടറെ കാണാൻ പോയാലോ? പോവാം. ആദ്യം അദ്ദേഹത്തിനൊന്ന് ബോധം വരട്ടെ. അതുവരെ എന്തായാലും നമുക്കിവിടെ ഇരിക്കാം. പേഷ്യന്റ് നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, വരുന്ന വഴിക്ക് റോഡില് ബോധം കെട്ടി വീണ് കിടന്നിരുന്നതാ. പിന്നെ ആരൊക്കെയോ കൈ കാണിച്ചു, ഞങ്ങൾ വണ്ടി നിർത്തി. ആരൊക്കെയോ ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റായിരുന്നു. പക്ഷേ കൂടെ വന്ന ആളെ ഇപ്പൊ കാണുന്നുമില്ല. ഓ, അത് ശരി. സോറി, ഞങ്ങൾക്കൊന്ന് ഡോക്ടർ ഹർഷനെ കാണണമായിരുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളതാ. ഓ, ഞാൻ അഡ്വക്കേറ്റ് ഗോകുൽരാജ്. ഇതെന്റെ വൈഫ് സമൃദ്ധ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ, താങ്ക് യു ഡോക്ടർ. ശരി. വാ. ആ, ഇരിക്കൂ. താങ്ക് യു. സമൃദ്ധ, അതാണല്ലേ പേര്? ആ, അതെ, എന്റെ വൈഫാ. തുടർച്ചയായി വരുന്ന തലവേദന, അതാണല്ലേ പ്രോബ്ലം? അതെ, കുറച്ച് നാളെ ഇത് തുടങ്ങിയിട്ട്. എനിക്ക് ചില സമയത്ത് സഹിക്കാൻ പറ്റില്ല. അത് കുറച്ചു കാലം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പല കാര്യങ്ങളും അത്ര ഓർമ്മയില്ല. അതിന് ശേഷമാണ് ഈ തലവേദന ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ആക്സിഡന്റിന് മുമ്പുള്ള ഒരു കാര്യം ഓർമ്മയില്ലേ? സത്യം പറഞ്ഞ ആ അപകടത്തിൽ നിന്ന് സമൃദ്ധ രക്ഷപ്പെടുമെന്ന് പോലും ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നതല്ല. അന്ന് ആശുപത്രി വെച്ച് ബോധം തെളിഞ്ഞപ്പോ സമൃദ്ധ ഞങ്ങളെ ആരെയും തിരിച്ചറിഞ്ഞതുപോലുമില്ല. പിന്നീടാണ് പതുക്കെ പതുക്കെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ടും ഇപ്പോഴും സമൃദ്ധിക്ക് ഓർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓ, അത് ശരി. ഈ തലവേദന അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധിക്കുണ്ടോ? ബൈ ബർത്തുള്ള ഒരു ഹാർട്ട് പ്രോബ്ലം സമൃദ്ധിക്കുണ്ട്. സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാ. പക്ഷേ സമൃദ്ധിക്ക് സർജറി വലിയ പേടിയായിരുന്നു. ഒരു ധൈര്യത്തിനു വേണ്ടി ഞങ്ങളൊന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാ അപകടം സംഭവിച്ചത്. അത് ശരി. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. സമൃദ്ധ ഇവിടെ വന്നിരിക്കേ. വാ.
ഹാർട്ട് പ്രോബ്ലം ബൈബർത്ത് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആ, അതെ ഡോക്ടർ. നാക്കൊന്ന് നീട്ടി. ഗോകുൽ, അന്നത്തെ ട്രീറ്റ്മെന്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ? ആ ഫയലുകൾ വീട്ടിലിരിപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഫയലല്ല, ഹോസ്പിറ്റലിൽ സമൃദ്ധയെ ട്രീറ്റ് ചെയ്തതിന്റെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടോ? അത് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കിന്ന് മെയിൽ ചെയ്യിക്കണം. ചെയ്യാം ഡോക്ടർ. ഏത് കാർഡിയോളജിസ്റ്റിനെയാ കണ്ടത്? അത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ മിലനാണ് സമൃദ്ധിയെ ട്രീറ്റ് ചെയ്തത്. ഓ, അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട്. ഗുഡ്. ഡോക്ടർ മില്ലിനോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ നോക്കിയിട്ട് ഹാർട്ട് ബീറ്റില് പ്രോബ്ലം ഒന്നും കാണുന്നില്ല. എന്തായാലും ഡോക്ടർ സമന്ത് വൈസി ഒന്ന് കാണണം. ഞാൻ വിളിച്ചു പറയാം. ഇവിടുത്തെ കാർഡിയോ ചീഫാ. ഓ ശരി. ഞാൻ കുറച്ച് ടെസ്റ്റുകൾ എഴുതി തരാം. ഈ തലവേദനയാ ഡോക്ടർ എനിക്ക് തീരെ പറ്റാത്ത. ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും സമൃദ്ധയ്ക്ക് ഓർക്കാൻ കഴിയുന്നില്ലേ? ഇല്ല ഡോക്ടർ. അമ്മയും ഗോകുലും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പുതിയതായിട്ടാ തോന്നുന്നത്. എന്തെങ്കിലും ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് തലവേദന കൂടുന്ന. കറക്റ്റ്. നമ്മുടെ മെമ്മറി ഒരു പ്രത്യേക പോയിന്റിൽ ബ്ലോക്കായി നിൽക്കുക. അവിടുന്ന് ഭൂതകാലത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള തലവേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ല, അതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ. അന്നാ ഗുരുവായൂർക്ക് പോയ യാത്രയെങ്കിലും ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എനിവേ, നമുക്ക് ആദ്യം കുറച്ച് ടെസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കാം. പോയ മെമ്മറി തിരിച്ചു പിടിക്കാൻ എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. MRI കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ ഡോക്ടർ.